ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാര്യം, മറിയം എന്തിനാണ് അവിടെ പോയത്, എലിസബത്തിൻ്റെ വീട്ടിൽ പോയത്? രണ്ടാമത്തെ കാര്യം, കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറിയത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കണം. ഉള്ള കൃപയും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മറിയം കൃപ ഇങ്ങനെ വർദ്ധിക്കണം. മറിയത്തിൻ്റെ കൃപ വർദ്ധിച്ചിട്ട് ഒരു പാത്രം പോലെ മറിയം കൃപ സ്വീകരിച്ചെങ്കിൽ മറിയമാകുന്ന പാത്രത്തിൽ നിന്ന് കൃപ ഒഴുകി എലിസബത്തിലേക്ക് പോയി. കൃപ ഒഴുകണം. കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറിയം ആ പ്രവർത്തിച്ചത്. അതായത് കൃപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ദൗത്യമേൽപ്പിച്ചു. അത് അധികാരപ്പെട്ട ആളാണ് ദൗത്യമേൽപ്പിച്ചത്. അപ്പോൾ അനുഗ്രഹം കിട്ടി. കൊള്ളാം, വീട്ടിൽ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരുന്നില്ല. മറിയം അടുത്ത പണി ചെയ്തു. ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ ഒരു നിയമമാണ്, ഒരു തത്വമാണ്, മുദ്രാവാക്യമാണ് ഓറായത്തിൽ ലബോറ. അത് ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. ഓറായത്തിൽ ലബോറ, ലേബർ എന്ന വാക്കിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഒറിജിൻ. ലബോറ, ലേബർ, അധ്വാനം എന്നല്ലേ. പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. അപ്പോൾ മറിയം പ്രാർത്ഥിച്ചത് കൊണ്ട് ദൗത്യം കിട്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മറിയത്തിനത് അനുഗ്രഹമായിട്ട് മാറി. അതാണ്